ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 40ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ലത്തീൻ സമുദായത്തിന് അർഹമായ പരിഗണന നൽകണമെന്ന് KLCA അംഗങ്ങൾ. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിനെയും ജനറൽ സെക്രട്ടറിയായി ബിജു ജോസി കരുമാഞ്ചേരിയെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ 40ഓളം മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ ലത്തീൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ KLCA രംഗത്തെത്തിയത്. KLCA സംസ്ഥാന സമ്മേളനം ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. KLCയുടെ ചരിത്രം അങ്ങനെ നീണ്ടു നിൽക്കുന്ന സമൂഹ ഇടപെടലിന്റെ ചരിത്രം. അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇതിനെ കുറെ കൂടി അടുത്തും ഇടപെട്ടും എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വളരെ വിമർശിച്ച് വിശകലനം ചെയ്തു കാലഘട്ടത്തിന് യഥാർത്ഥത്തിലുള്ള ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ അന്വേഷിച്ചും നിലനിൽക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ട് KLCയെ പറ്റി അഭിമാനമാണുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ കൃത്യമായ നിലപാടുകൾ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ KRLCC എന്ന ഏകോപന സമിതിയിൽ ചർച്ച ചെയ്ത് തീരുമാനമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇവിടെ ആ ഒരു രീതിയിലേക്ക് പുറത്തേക്ക് പറയുന്ന രീതിയിലേക്ക് കൂടി തയ്യാറെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് 40ഓളം നിയോജക മണ്ഡലങ്ങളിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമുദായം നിർണായകമായ ശക്തിയാണ്. അങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഈ JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് സമുദായം കാലങ്ങളായി ഉന്നയിച്ചു വരുന്ന അവകാശങ്ങൾ അത് സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടത്തുന്നതിന് തീരുമാനമായിരിക്കുകയാണ്. JB കോശി കമ്മീഷൻ ശുപാർശകളിൽ ഞങ്ങൾ ഉന്നയിച്ചു വരുന്ന ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഉൾപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിക്കണം എന്നാണ് ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെടാനുള്ളത്. സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ചു പരിഹാരം നിർദ്ദേശിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുക, വന്യമൃഗ ഭീഷണി നേരിടാൻ ഫലപ്രദമായ നടപടി തുടങ്ങിയ ആവശ്യങ്ങളുമായി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ നടത്തും. മാർച്ച് 1 വൈപ്പിനിൽ ഇതിന് തുടക്കമിടാനും യോഗം തീരുമാനിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, മുനമ്പം വിഷയങ്ങളിൽ നീതി ലഭ്യമാക്കുക, വിഴിഞ്ഞത്ത് വൈദികർക്കും സമുദായ നേതാക്കൾക്കുമെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക, തീരദേശ ഹൈവേ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുക എന്നിവയും സമ്മേളനത്തിൽ ഉന്നയിച്ചു. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജനറൽ സെക്രട്ടറി ബിജു ജോസി, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു ജോർജ്, KLCA ഉപദേഷ്ടാവ് മോൺസിഞ്ഞോർ ജോസ് നവാസ്, KLCWA സംസ്ഥാന പ്രസിഡന്റ് ഷെർലി സ്റ്റാൻലി, രതീഷ് ആന്റണി, ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, സന്തോഷ് കൊടിയനാട്, അനിൽ ആന്റണി, വിൻസി ബൈജു, ബേബി ഭാഗ്യോദയം, നൈജു അറയ്ക്കൽ, സാബു കണക്കപ്പള്ളി, ജോസഫ് കുട്ടിക്കടവിൽ, ജസ്റ്റിൻ കരിപ്പാട്ട്, അനിൽ ജോസ്, ബിനു എഡ്വേർഡ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജെറി ജെ തോമസ്, ജനറൽ സെക്രട്ടറിയായി ബിജു ജോസി കരുമാഞ്ചേരി, ട്രഷററായി രതീഷ് ആന്റണി, വൈസ് പ്രസിഡന്റുമാരായി പൈലി ആലുങ്കൽ, അലക്സ് താളൂപ്പാടത്ത്, CJ പോൾ, എബി കുന്നേപ്പറമ്പിൽ, നൈജു അറക്കൽ, പാട്രിക് മൈക്കിൾ എന്നിവരെയും സെക്രട്ടറിമാരായി ഉഷാലാസ്, S ക്രിസ്റ്റഫർ, ജയൻ കുന്നേൽ, കോൺക്ലിൻ ജിമ്മി, ജോൺ ബാബു, ഷീബ മാത്യു എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,